നമസ്കാരം. ഇൻസിറ്റിവി വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. കനത്ത ചൂടിൽ വെന്തുരുകി കേരളം. ജാഗ്രതാ നിർദ്ദേശവുമായി അധികൃതർ. SSLC ഫലം മെയ് 3-ാം വാരം പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഹയർ സെക്കൻഡറി പരീക്ഷാഫലം മെയ് 25-ന്. നായാട്ടുകുണ്ട് ഇറക്കത്ത് റോഡിലെ കുഴികൾ അപകട ഭീഷണി ഉയർത്തുന്നു. ഇരുചക്ര വാഹനങ്ങൾ പതിവായി അപകടത്തിൽപ്പെടുന്നതായി പരാതി. ആളൂർ ജംഗ്ഷനിലെ മുത്തശ്ശിമാവിന്റെ ശിഖരങ്ങൾ വീണ്ടും വെട്ടിമാറ്റിയതിൽ നാട്ടുകാരുടെ പ്രതിഷേധം. പ്രതിഷേധത്തിൽ അണിചേർന്ന് പരിസ്ഥിതി പ്രവർത്തകരും. ഈ മാസത്തെ ഉയർന്ന നിരക്കിൽ സ്വർണ്ണവില ഒരു പവന് 1,14,80 രൂപയായി. വാർത്തകൾ വിശദമായി. കനത്ത ചൂടിൽ വെന്തുരുകി കേരളം. സംസ്ഥാനത്ത് താപനില മുന്നറിയിപ്പ് തുടരുകയാണ്. 12 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പാലക്കാട് 40 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. 19-ാം തീയതി വരെ കൊല്ലം ജില്ലയിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, കോട്ടയം ജില്ലയിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലകളിൽ ഒഴികെ ഞായറാഴ്ച വരെ ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. SSLC ഫലം മെയ് 3-ാം വാരം പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. ഹയർ സെക്കൻഡറി പരീക്ഷാഫലം മെയ് 25-ന് എത്തുമെന്നും മന്ത്രി പറഞ്ഞു. ഹയർ സെക്കൻഡറി പരീക്ഷാഫലം മെയ് 25-ന് എത്തുമെന്നും മന്ത്രി അറിയിച്ചു. ഏപ്രിൽ 16 മുതൽ മെയ് 2 വരെയായിരിക്കും SSLC മൂല്യനിർണ്ണയം നടക്കുക. ഇലക്ഷനും മറ്റു അവധികളും മൂല്യമാണ് മൂല്യനിർണ്ണയം തുടങ്ങാൻ വൈകിയതെന്നും മന്ത്രി വ്യക്തമാക്കി. ഗൾഫ് മേഖലയിൽ പരീക്ഷ നടത്താൻ അനുകൂല സാഹചര്യമായിരുന്നില്ല. ഹയർ സെക്കൻഡറി പരീക്ഷകളും ഗൾഫ് മേഖലയിൽ റദ്ദ് ചെയ്യേണ്ടി വന്നു. സ്കൂൾ പ്രവേശനത്തിന് പ്രവേശന പരീക്ഷ നടത്താൻ പാടില്ലെന്നും മന്ത്രി നിർദ്ദേശിച്ചു. സ്കൂൾ അറ്റകുറ്റപ്പണി മെയ് 30-ന് മുൻപ് തീർക്കണം. അടുത്ത അധ്യയന വർഷം പ്രവേശനോത്സവം ജൂൺ 1-നായിരിക്കും നടത്തുക. ഇന്റേണൽ മാർക്കിന് പരാതിയുണ്ടെങ്കിൽ അതിന് പ്രത്യേക കമ്മിറ്റി രൂപീകരിക്കും. വിഷയം പഠിപ്പിക്കുന്ന അധ്യാപകരെ ഉൾപ്പെടുത്തിയായിരിക്കും കമ്മിറ്റി. അവധിക്കാലത്ത് ക്ലാസുകൾ ഒരിക്കലും അംഗീകരിക്കില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. മറ്റത്തൂർ വരന്തരപ്പള്ളി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന വെള്ളിക്കുളങ്ങര പാലപ്പിള്ളി റോഡിലെ നായാട്ടുകുണ്ട് ഇറക്കത്ത് റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടത് അപകടത്തിന് വഴിയൊരുക്കുന്നു. ഇറക്കവും വളവുമുള്ള ഭാഗത്താണ് ടാറിങ് ഇളകി കുഴികൾ രൂപപ്പെട്ടിട്ടുള്ളത്. ഇതുവഴി വരുന്ന ഇരുചക്ര വാഹനങ്ങൾ കുഴികളിൽ ചാടി അപകടത്തിൽപ്പെടുന്നത് പതിവായിട്ടുണ്ട്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അപകട മരണങ്ങൾ സംഭവിച്ചിട്ടുള്ള സ്ഥലമാണിത്. കുത്തനെയുള്ള ഇറക്കമായതിനാൽ കുഴികളിൽ ചാടുന്ന വാഹനങ്ങൾക്ക് നിയന്ത്രണം നഷ്ടപ്പെടുന്ന സംഭവവും ഉണ്ടാകുന്നുണ്ട്. നിർദ്ദിഷ്ട മലയോര ഹൈവേ കടന്നു പോകുന്നത് പാലപ്പിള്ളി വെള്ളിക്കുളങ്ങര റോഡിലൂടെയാണ്. മലയോര ഹൈവേക്കുള്ള സ്ഥലമെടുപ്പും അനുബന്ധ നടപടികളും പൂർത്തിയാകാൻ വൈകുന്നതിനാൽ ഈ ഭാഗത്ത് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. വെള്ളിക്കുളങ്ങര മുതൽ നായാട്ടുകുണ്ട് വരെയുള്ള റോഡിൽ പല ഭാഗത്തും കുഴികൾ നിറഞ്ഞിട്ടുണ്ട്. മഴക്കാലം തുടങ്ങുന്നതിന് മുൻപേ അറ്റകുറ്റപ്പണി നടത്തി കുഴികൾ അടക്കാൻ നടപടിയുണ്ടായിട്ടില്ലെങ്കിൽ ഇതുവഴിയുള്ള യാത്ര ദുഷ്കരമാകുമെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. ആളൂർ ജംഗ്ഷനിലെ മുത്തശ്ശിമാവിന്റെ ശിഖരങ്ങൾ വീണ്ടും വെട്ടിമാറ്റിയത് പരിസ്ഥിതി പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും പ്രതിഷേധത്തിനിടയാക്കി. നാട്ടുകാരുടെ ഇടപെടലിനെ തുടർന്ന് പലവട്ടം ജീവൻ നിലനിർത്തിയ മുത്തശ്ശിമാവിന്റെ ശിഖരങ്ങൾ വീണ്ടും മുറിച്ചു മാറ്റാൻ ശ്രമിച്ചതോടെയാണ് ജനങ്ങളുടെ ഇടപെടൽ. പോട്ട 3 പീടിക സംസ്ഥാന പാതയിലുള്ള ആളൂർ ജംഗ്ഷനിൽ നിന്നും ഏതാനും മീറ്റർ അകലെ റോഡരികിലുള്ള 2 മുത്തശ്ശി മാവുകളുടെ ശിഖരങ്ങളാണ് കഴിഞ്ഞ ദിവസം വെട്ടിമാറ്റിയത്. ടാക്സി ഡ്രൈവർമാരുൾപ്പെടെയുള്ള നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയതിനാൽ ബാക്കി ശിഖരങ്ങൾ വെട്ടിനീക്കാനുള്ള ശ്രമങ്ങൾ നടന്നില്ല. മാവിൻ്റെ ശിഖരങ്ങൾ വെട്ടിയതിൽ പ്രതിഷേധിച്ച് ആളൂർ വൃക്ഷ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ മാവിൻ ചുവട്ടിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. വൃക്ഷമിത്ര പുരസ്കാര ജേതാവ് VK ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. നാട്ടുമാവ് സംരക്ഷകനായ M മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമിക പ്രസിഡന്റ് PK കിട്ടൻ, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മേഖലാ സെക്രട്ടറി MS ജയചന്ദ്രൻ, പക്ഷി നിരീക്ഷകൻ KS റാഫി, CV ജോസ്, കവി അനീഷ്, ഹാറൂൺ റഷീദ്, NO ജോസഫ്, EK ജനാർദ്ദനൻ, SM വിജയകുമാർ, ജോസ് വടക്കൻ എന്നിവർ പ്രസംഗിച്ചു.
മരങ്ങൾ വെട്ടാൻ വീണ്ടും ശ്രമമുണ്ടായാൽ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്ന് യോഗം മുന്നറിയിപ്പ് നൽകി. 3 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെയുള്ള 3 മാവുകളും മുറിച്ചു നീക്കാൻ ലേലം ചെയ്യുന്നതിനായി PWD അധികൃതർ എത്തിയെങ്കിലും നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ലേലം റദ്ദാക്കിയിരുന്നു. പിന്നീട് ഇതിൽ ഒരു മാവ് തീയിട്ട് നശിപ്പിക്കാൻ ശ്രമിച്ചത് വൻ പ്രതിഷേധത്തിനിടയാക്കി. ആളൂർ പഞ്ചായത്ത് BMCയുടെ നേതൃത്വത്തിൽ കോട്ടയത്തെ വൃക്ഷചികിത്സകൻ D. ബിനു എത്തി പൊള്ളലേറ്റ മാവിന് ചികിത്സ നൽകുകയും ഇതിൻ ഫലമായി മാവ് പൂർവാധികം ഊർജ്ജസ്വലതയോടെ വളർന്ന് പൂത്ത് നിറയെ മാങ്ങകളുമായി നിൽക്കുകയാണ്. കാവനാട് സ്വദേശി തങ്കമണി ചേച്ചിയുടെ വീട്ടിൽ ഇനി ഇരുളില്ല. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി വൈദ്യുതി വെളിച്ചത്തിനായി കാത്തിരുന്ന തങ്കമണി ചേച്ചിക്ക് BJP പ്രവർത്തകരുടെ കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമായി ഇത്തവണ വിഷു പ്രകാശപൂരിതമായി. കാവനാട് വെളാട്ട് തങ്കമണി ചേച്ചിയുടെ 20 വർഷം നീണ്ട കാത്തിരിപ്പിനാണ് ഇപ്പോൾ ശുഭപര്യവസാനമായിരിക്കുന്നത്. വീട് പണി പൂർത്തിയായിട്ടും സാങ്കേതിക കാരണങ്ങളാൽ വൈദ്യുതി കണക്ഷൻ ലഭിക്കാതെ ഇവർ ദുരിതത്തിലായിരുന്നു. ഈ അവസ്ഥ തിരിച്ചറിഞ്ഞ കാവനാട് മറ്റത്തൂർ മേഖലകളിലെ BJP പ്രവർത്തകർ ഒത്തുചേർന്ന് വൈദ്യുതി എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയായിരുന്നു. ബിനീഷ് വെട്ടിയാട്ടിൽ, സുജിത്ത് ആനനപ്പുരത്തുകാരൻ എന്നിവരുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്. മറ്റത്തൂർ മുൻ 20ാം വാർഡംഗം KS ബിജു, നിലവിലെ 20ാം വാർഡംഗം അശ്വതി സുബീഷ് എന്നിവർക്കൊപ്പം സുബ്രഹ്മണ്യൻ വില്ലനശ്ശേരി, മനീഷ് പാപ്പാത്തി, PR ആരോമൽ, ബിനോജ് കൊടകരക്കാരൻ എന്നിവരും സജീവമായി രംഗത്തുണ്ടായിരുന്നു. എല്ലാവരുടെയും കൂട്ടായ പ്രയത്നത്തിനൊടുവിൽ സ്വിച്ചിട്ടപ്പോൾ തെളിഞ്ഞത് ഒരു കുടുംബത്തിന്റെ ദീർഘകാലത്തെ സ്വപ്നമാണ്. ഉള്ള വീട്ടില് കറണ്ട് എത്തിച്ചു കൊടുക്കാനായിട്ട് സാധിച്ചു. അപ്പൊ വളരെയധികം സന്തോഷം. അപ്പൊ തങ്കമണിജിക്ക് അതിനെ പറ്റിയിട്ട് 2 വാക്ക് പറയാം. നിങ്ങൾ സംഘടിപ്പിച്ചു തന്നതിൽ എനിക്ക് വളരെ നന്ദിയുണ്ട് നിങ്ങളോട് എല്ലാവരും. ഈ മാസത്തെ ഉയർന്ന നിരക്കിൽ സ്വർണ്ണവില തുടർച്ചയായ 3ാം ദിവസമാണ് കേരളത്തിൽ സ്വർണ്ണവില ഉയരുന്നത്. 1 ഗ്രാം സ്വർണത്തിന് 20 രൂപ വർദ്ധിച്ച് 14,260 രൂപയായി. പവന് 160 രൂപ വർദ്ധിച്ചു. ഇതോടെ 1 പവൻ സ്വർണത്തിന് 1,14,080 രൂപയാണ്. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷൻ പുറത്തുവിട്ട കണക്കുകളാണിത്. അതേസമയം വെള്ളി വിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 270 രൂപയും 10 ഗ്രാമിന് 2,700 രൂപയുമാണ് വ്യാഴാഴ്ചത്തെ വില. പൂക്കോട് കീനൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം മേൽശാന്തി രതീഷ് നമ്പൂതിരി കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. ഏപ്രിൽ 20-നാണ് പൂരമഹോത്സവം നടക്കുക. പൂര ദിവസം വരെ എല്ലാ ദിവസവും വൈകിട്ട് വിവിധ കലാപരിപാടികൾ അരങ്ങേറും. പൂക്കോട് കീനൂർ മഹാദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് കലാർച്ചന പരമ്പര ആരംഭിച്ചു. സംഗീത നാടക അക്കാദമി ചെയർമാനും മേള കലാകാരനുമായ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ ദിലീപ് കൊടുങ്ങല്ലൂർ എഴുതി കലാശ്രീ മണ്ഡലം ഗിരീശൻ ചിട്ടപ്പെടുത്തി ആലപിച്ച ഭക്തിഗാനം പുറത്തിറക്കിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് മാളവിക അരുണിന്റെ വയലിൻ കച്ചേരിയും ഉണ്ടായി. നന്ദിപ്പുലം തൃക്കയിൽ ബാലരാമ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നടന്നുവരുന്ന അക്ഷയതൃതീയ മഹോത്സവത്തിന്റെ ഭാഗമായി ഭജനോത്സവം നടത്തി. ചൊവ്വാഴ്ച വൈകിട്ട് ഹരിനാമ കീർത്തനം, ഭജഗോവിന്ദം ഭജൻസ് അവതരിപ്പിച്ച ഭജന എന്നിവ അരങ്ങേറി. വ്യാഴാഴ്ച രാവിലെ സഹസ്രനാമാർച്ചന, ഗീതപാരായണം, സഹസ്രനാമ പാരായണം, ഭാഗവത സംഗ്രഹം പാരായണം എന്നിവ നടന്നു. പ്രസാദഊട്ടും ഒരുക്കിയിരുന്നു. വാർത്തകളിലേക്ക് വീണ്ടും. തൃശൂർ പൂരത്തിന്റെ ആവേശ കാഴ്ചകൾക്ക് സാക്ഷ്യം വഹിക്കാറുള്ള സ്വരാജ് റൌണ്ടിലെ നായ്ക്കനാലിലെ വലിയ ആൽമരം ഓർമ്മയാകുന്നു. മരത്തിന്റെ ജീവൻ പൂർണ്ണമായും നഷ്ടപ്പെട്ടതിനെ തുടർന്ന് അപകടാവസ്ഥ കണക്കിലെടുത്താണ് മരം മുറിച്ചു നീക്കാൻ അധികൃതർ തീരുമാനിച്ചത്. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ അനുമതിയോടെ തിരുവമ്പാടി ദേവസ്വമാണ് നടപടികൾ സ്വീകരിക്കുന്നത്. തൃശൂർ നഗരത്തിന് നായ്ക്കനാൽ എന്ന പേര് തന്നെ ലഭിക്കാൻ കാരണമായ ഐതിഹാസികമായ ആൽമരമാണ് ഇപ്പോൾ വിടവാങ്ങുന്നത്. ഏകദേശം 2 വർഷം മുൻപ് തന്നെ മരത്തിന്റെ കൊമ്പുകൾ മുറിച്ചു നിർത്തിയിരുന്നെങ്കിലും പിന്നീട് നടത്തിയ ചികിത്സകളൊന്നും ഫലപ്രദമായില്ല. മരം പൂർണ്ണമായും ദ്രവിച്ചതിനാൽ നിലനിർത്തുന്നത് ഭീഷണിയാണെന്ന് കണ്ടെത്തി. തിരുവമ്പാടി വിഭാഗത്തിന്റെ പൂരത്തിന്റെ കൊടിയേറ്റ് ചടങ്ങ് നടക്കുന്നത് ഈ ആലിലാണ്. ശാസ്ത്രവിധി പ്രകാരം ജീവനുള്ള മരത്തിൽ മാത്രമേ കൊടിയേറ്റ് നടത്താൻ പാടുള്ളൂ എന്നതിനാലാണ് നടപടി വേഗത്തിലാക്കിയത്.
പൂരം വെടിക്കെട്ട് സമയത്ത് തിരുവമ്പാടി ഭഗവതി ആനപ്പുറത്ത് എഴുന്നള്ളി നിൽക്കുന്നത് ഈ നായ്ക്കനാൽ പന്തലിലാണ്. ആൽമരം മുറിക്കുന്നതിന് മുന്നോടിയായി വടക്കുന്നാഥ ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ അനുജ്ഞാ പ്രാർത്ഥനകൾ നടത്തി. കൊടിയേറ്റ് ചടങ്ങുകൾ മുടങ്ങാതിരിക്കാൻ താൽക്കാലികമായി ഒരു ചെറിയ ആൽമരം ഈ സ്ഥാനത്ത് വച്ചുപിടിപ്പിക്കും. പൂരം കഴിഞ്ഞാലുടൻ പഴയ മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്ത് പുതിയ മണ്ണ് നിറച്ച് വിധിപ്രകാരം വലിയൊരു ആൽമരം നായ്ക്കനാലിൽ നട്ടുറപ്പിക്കാനാണ് ദേവസ്വം തീരുമാനിച്ചിരിക്കുന്നത്. കാലം എത്ര കഴിഞ്ഞാലും മാറ്റമില്ലാതെ നിന്ന നായ്ക്കനാലിലെ ആൽമരത്തിന്റെ സ്ഥാനത്ത് പുതിയൊരു പ്രകാശമായി ഈ ആൽത്തൈ വളരും. ഐനിക്കൽ കണ്ണത്ത് തറവാട്ട് യോഗം, വൈന്തല ശാഖ 14ാം വാർഷിക കുടുംബയോഗവും സാമൂഹ്യ സേവനത്തിനുള്ള അവാർഡ് ദാന ചടങ്ങും നടന്നു. ചടങ്ങിനോടനുബന്ധിച്ച് കൊടുങ്ങ സെന്റ് സെബാസ്റ്റ്യസ് പള്ളിയിൽ ഫാദർ ജോസഫ് ചാലശ്ശേരി, ഫാദർ ജിബിൻ, ഫാദർ ജോബി കണ്ണത്തി എന്നിവരുടെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു. തുടർന്ന് വെള്ളിക്കുളങ്ങരയിൽ നടന്ന പൊതുയോഗത്തിൽ ഈ വർഷത്തെ സാമൂഹിക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ഫാദർ ജോസഫ് ഏലിയാസ് ഐനിക്കൽ കണ്ണത്തിന്റെ പേരിൽ ഏർപ്പെടുത്തിയിട്ടുള്ള പുരസ്കാരം ഫാദർ ഷിബു നെല്ലിശ്ശേരിക്ക് നൽകി ആദരിച്ചു. ഇനി കാണാം ഇൻഫോടോക്ക്. കേരളത്തിലെ അതികഠിനമായ ചൂട് അതിജീവിക്കാൻ ഡയറ്റിൽ ജലാംശം കൂടിയ പഴങ്ങളും പച്ചക്കറികളും ചേർക്കുക പതിവാണ്. എന്നാൽ തണ്ണിമത്തൻ കഴിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. റിപ്പോർട്ട് കാണാം. തണ്ണിമത്തൻ എല്ലാത്തരം ഭക്ഷണങ്ങൾക്കൊപ്പവും ചേർന്നു പോകില്ല. ചില ഭക്ഷണങ്ങൾക്കൊപ്പം തണ്ണിമത്തൻ കഴിക്കുന്നത് അവയുടെ പോഷക ഗുണങ്ങൾ ശരീരത്തിന് ലഭിക്കാതിരിക്കുന്നതിന് കാരണമാകും. പാലും മുട്ടയും തണ്ണിമത്തനൊപ്പം കഴിക്കരുതാത്ത വിഭവങ്ങളാണ്. തണ്ണിമത്തനിൽ വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ളതിനാൽ ഇത് കഴിച്ചതിനു പുറമെ പാലോ പാൽ ഉൽപ്പന്നങ്ങളോ കഴിക്കുന്നത് പ്രതിപ്രവർത്തനത്തിന് കാരണമാകും. ദഹനക്കേട്, ഗ്യാസ്, വയർവീർക്കൽ തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് ഇത് കാരണമാകുകയും ചെയ്യും. മുട്ടയിൽ അടങ്ങിയിട്ടുള്ള ഒമേഗ-3 പോലുള്ള ഫാറ്റി ആസിഡുകൾ തണ്ണിമത്തനും വയറ്റിലെത്തുമ്പോൾ രണ്ടും പരസ്പരം ദഹനത്തെ തടയും. ഇതുമൂലം ദഹനക്കേട്, മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. പ്രോട്ടീൻ അടങ്ങിയ പയർവർഗ്ഗങ്ങളും തണ്ണിമത്തനൊപ്പം കഴിക്കുന്നത് നല്ലതല്ല. തണ്ണിമത്തനിൽ നിന്ന് വിറ്റാമിനുകളും ധാതുക്കളും സ്റ്റാർച്ചുമൊക്കെ ശരീരത്തിലെത്തുന്നതിന് പിന്നാലെ പ്രോട്ടീൻ കൂടി എത്തുന്നത് ദഹനരസങ്ങളെ നശിപ്പിക്കും. ഇത് വയർ കേടാകാൻ കാരണമാകും. കാലാവസ്ഥ. ഇന്ന് കൂടിയ ചൂട് 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 26 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 14,260 രൂപ, പവന് 1,14,080 രൂപ. പുതുക്കാട് കണ്ണമ്പത്തൂർ പുതുപ്പള്ളിപ്പറമ്പിൽ ജോസ് അന്തരിച്ചു. 50 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കല്ലൂർ ആലേങ്ങാട് തൈപ്പറമ്പിൽ ഗോവിന്ദൻ അന്തരിച്ചു. 85 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. കനത്ത ചൂടിൽ വെന്തുരുകി കേരളം, ജാഗ്രതാ നിർദ്ദേശവുമായി അധികൃതർ. SSLC ഫലം മെയ് 3-ാം വാരം പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം മെയ് 25-ന്. നായാട്ടുകുണ്ട് ഇറക്കത്ത് റോഡിലെ കുഴികൾ അപകട ഭീഷണി ഉയർത്തുന്നു. ഇരുചക്ര വാഹനങ്ങൾ പതിവായി അപകടത്തിൽപ്പെടുന്നതായി പരാതി. ആളൂർ ജംഗ്ഷനിലെ മുത്തശ്ശിമാവിന്റെ ശിഖരങ്ങൾ വീണ്ടും വെട്ടിമാറ്റിയതിൽ നാട്ടുകാരുടെ പ്രതിഷേധം. പ്രതിഷേധത്തിൽ അണിചേർന്ന് പരിസ്ഥിതി പ്രവർത്തകരും. ഈ മാസത്തെ ഉയർന്ന നിരക്കിൽ സ്വർണ്ണവില ഒരു പവന് 1,14,080 രൂപയായി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.